ഞാൻ ഇന്നിവിടെ ഒരു കടലപ്രഥമനാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ കടലപ്പരിപ്പ് വേവിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. വേവിച്ച് ഉടച്ച് മിക്സിയിൽ ഒരു കറക്കി ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ആദ്യമേ നെയ്യ് ഒഴിക്കണ്ട. ഇത് എങ്കിലും കല്യാണത്തിനുണ്ടാക്കണ പായസം പോലെയാണ് ഉണ്ടാക്കണത്. കല്യാണക്കാർ വയ്ക്കുന്ന കടലപ്പായസമാണ്. ആദ്യമേ നെയ്യ് ഒഴിക്കണ്ട. കടലപ്പരിപ്പ് വേവിച്ച് നല്ലവണ്ണം ഉടയ്ക്കുക. ഉടയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു അല്പം വാരി വെക്കുക. വെച്ചിട്ട് ഉടയ്ക്കുക. ഇത് നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പിടുക. ഉടൻ തന്നെ ശർക്കരപ്പാനി ഒഴിക്കുക. ഞാൻ നേരത്തെ ശരിയാക്കി വെച്ചിരുന്നതുകൊണ്ട് ശർക്കരപ്പാനി ഒഴിക്കുക. ഇതെല്ലാം ഒഴിച്ച് കടല ഉടച്ചു കൊടുക്കുക. നല്ല കടലപ്പരിപ്പ് നല്ലവണ്ണം വേവണം. എന്നാലേ നല്ല കടല പായസം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കടലയും ശർക്കരയും കൂടി കിടന്ന് വറ്റട്ടെ. ആ സമയത്ത് നമുക്ക് ചവ്വരി വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചേക്കുന്ന ചവ്വരി നേരത്തെ കൂട്ടി ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് പ്രഥമൻ വയ്ക്കാൻ ഒരു പാടുമില്ല. ശർക്കര കാച്ചി വെച്ചിരുന്ന് ചവ്വരി ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിരുന്നതാ. വറുത്ത് വെച്ചേക്കുന്ന ചവ്വരി ഇതിൽ കൂടി ഇട്ട് കൊടുത്താൽ മതി. ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിരുന്നു. സ്റ്റീൽ പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതിനാവശ്യമായിട്ടുള്ളത് എടുക്കുക. ബാക്കിയുള്ളത് അടുത്ത ദിവസത്തേക്ക് ഉപയോഗിക്കാം. മതി. ബാക്കി അടച്ച് വെച്ചേക്കുക. ഇതെല്ലാം കൂടി കിടന്ന് വേവട്ടെ. ഇനിയേ നെയ്യ് ഒഴിച്ചു കൊടുക്കാവൂ. അത് ആദ്യമേ നെയ്യ് ഒഴിക്കണ്ട. ആവശ്യത്തിന് നെയ്യ് ആയി. നെയ്യും ഒരു വട്ടെ. ചവരി നല്ലപോലെ പൊങ്ങി വരുന്നതാക്കിയേ. അല്ല നമ്മൾ ചവരി കാച്ചാനായിട്ട് നിൽക്കണ്ട. ഇതേപോലെ നേരത്തെ വറുത്തങ്ങ് വെച്ചിരുന്നാൽ മതി. ശകലം തവിട്ട് നിറം ആവുന്ന രീതിയിൽ വറുത്ത് വെച്ചിരുന്നാൽ അങ്ങനെയാണ്. കുറച്ച് വറ്റട്ടെ. നല്ലവണ്ണം വറ്റണം. ഇത് ശർക്കരയും കടലയും കൂടി നല്ലവണ്ണം മിക്സ് ആവണം. എന്നാലേ കല്യാണത്തിന് വയ്ക്കുന്ന പായസം പോലത്തെ പായസം കിട്ടത്തുള്ളൂ. അല്പനേരം കിടന്ന് വറ്റട്ടെ. കത്രിക കൊണ്ടുവന്ന് പാല് കട്ട് ചെയ്യട്ടെ.
നല്ലവണ്ണം വറ്റട്ടെ. ശർക്കരയും കടലയും കൂടി വറ്റുന്നതിലാണ് കാര്യം. പായസം നല്ലതാവണം, പ്രഥമൻ നല്ലതാവണം. വറ്റിക്കൊണ്ടിരിക്കുന്നു. ചവരി വെന്തോടെ ഇപ്പം കൂടി വറ്റട്ടെ. അപ്പോൾ അല്പം പാല് വറ്റുമ്പോൾ അല്പം പാല് രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുക്കണം. മഞ്ഞപ്പാൽ കട്ട് ചെയ്യട്ടെ. പാലിൽ തന്നെ അല്പം വെള്ളവും ചേർത്ത് രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ പൊഴിയാൻ സമയമില്ലാത്തത് ഏത് പാലായാലും മതി. ഞാൻ വെൽമേര പാലാണ് എടുക്കുന്നത്. കുറച്ചുകൂടി വറ്റട്ടെ, എന്നാലേ നല്ലതായിട്ടിരിക്കുള്ളൂ. അവസാനം നമുക്കൊരു ട്രിക്കും കൂടെ ഉണ്ട് കടലപ്പായസം. അവസാനത്തെ ട്രിക്കും കൂടെ കാണിച്ചു തരും. വേണ്ടേ ആ സമയത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ, അത് ഇട്ട് കൊടുക്കാം. അപ്പോഴതിലും കൂടി ശർക്കരയൊക്കെ പിടിച്ച് കിടക്കും. ഇതാണ്ട് അതും കൂടി ശർക്കര പിടിച്ച് കിടക്കും, കുഴപ്പമില്ല. ഇനി നമുക്ക് കുറേ കൂടി വറ്റണം, എന്നാലേ ശരിയാവുള്ളൂ. വറ്റട്ടെ. ഞാൻ രാത്രി എല്ലാ ജോലികളും ഒതുക്കിയോണ്ട് എനിക്കിനി പായസം വെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ടോപ്പ് സിംഗറൊക്കെ ഉണ്ടല്ലോ കാണാനായിട്ട്. ടോപ്പ് സിംഗറിൻ്റെ മത്സരമല്ലേ, ഫൈനലല്ലേ, അപ്പം അത് കാണാമല്ലോ. ചവ്വരി മറ്റതുപോലെ വെന്ത് കഴിഞ്ഞു. അപ്പം ഇതുപോലെ 2 ദിവസത്തിന് മുന്നേ ഇതെല്ലാം മുപ്പിച്ച് ശരിയാക്കി വെച്ചിരുന്നത്. ഞാൻ ശരിയാക്കി വെച്ചിരുന്ന സാധനങ്ങളാണ് എടുക്കണം, അതുകൊണ്ട് ഒരു പാടുമില്ല. ശർക്കര പാനിയാക്കി വെച്ചിരുന്ന്, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വെച്ചിരുന്ന്, ചവ്വരി വറുത്ത് വെച്ചിരുന്ന്, അതുകൊണ്ട് പാടില്ല. ചൂടി പറ്റണം, പറ്റിയാലേ കുറവാണ്. നമുക്ക് സമയക്കുറവായതുകൊണ്ട് ഇനി നമുക്ക് പാലൊഴിച്ചോളൂ, രണ്ടാം പാൽ. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു.
ഇതിനിടയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ അവസാനമായിട്ട് ഒരു പാളയംകോടനോ നാണിപ്പൂവനോ ഏതെങ്കിലും ഒരു പഴം, കടലപ്പായസം അത് നല്ലതാണ്. നാണിപ്പൂവനെന്ന് ഞാലിപ്പൂവനെന്ന് പറയും. ആ പഴമാണ് ഏറ്റവും നല്ലത്. ഒരേ പഴമേ അടിച്ച് ഒഴിക്കാം. എത്ര പായസം ആയിരുന്നാലും നമ്മളെ വീട്ടിൽ മീഡിയം സൈസല്ലേ വെക്കത്തുള്ളൂ. അതിൽ നമ്മൾ ഒരു പഴം അടിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടി വരും. സാധാ പോലെയല്ല. പണ്ടൊക്കെ ആൾക്കാർ മാവും അതും ഇതുമൊക്കെ ഇരുന്ന് കലക്കി വെക്കണം. ആ മാവൊന്നും അല്ല. ഈ പഴം ഒരു നാണിപ്പൂവൻ പഴം അടിച്ച് ചേർത്തിട്ട് നോക്കിക്കേ എങ്ങനെ ഇരിക്കുമെന്ന്. നാണിപ്പൂവൻ പഴം അടിച്ചത് ചേർത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1-ാം പാലൊഴിച്ച് തീ ഓഫാക്കി. ഇത് കുറച്ചിരുന്ന് കുറുവും. 1-ാം പാല് 1-ാം പാലൊഴിച്ചിട്ട് ഒരുപാട് ഇടണ്ട. പായസം റെഡിയായി. എല്ലാം ഇട്ട് ചവ്വരി ഇട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് ഏലക്കായ ഇട്ട് എല്ലാം ഇട്ട് നെയ്യൊഴിച്ച് എല്ലാം റെഡിയായി. പായസം റെഡിയായി. പാത്രത്തിലോട്ട് കോരണമെങ്കിൽ ചൂടായതുകൊണ്ട് പാത്രത്തിലോട്ട് കോരിയെടുത്ത് പായസം റെഡിയായി.